ഹലോ ബിഗ് ബോസ്. അനീഷ് നന്മമരം ആവാൻ ശ്രമിച്ചതാണോ അതോ ആരും ഒന്നും കഴിക്കണ്ട എന്ന് കരുതിയിട്ടുള്ള പണിയാണോ എന്നറിയത്തില്ല. ഇന്ന് അക്ബർ പണിപ്പുരയിൽ കയറിയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 500 പോയിൻസിൻ്റെ സാധനങ്ങൾ അവനെടുത്തപ്പോൾ 690 പോയിൻസ് ആയിപ്പോയി. ഈ 20 സെക്കൻഡ്സ് കൊണ്ട് ഒരാൾക്കും കാൽക്കുലേറ്റ് ചെയ്ത് 500 പോയിൻറ്റിൻ്റേതായിട്ട് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന് പറ്റുന്നതൊക്കെ അവൻ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ 690 പോയിൻസ് ആയിപ്പോയി. ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ പറയാം, ബിഗ് ബോസ് ഇത് മൊത്തം തിരിച്ചെടുത്തോ, ഇത് 500 പോയിൻസിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് ബിഗ് ബോസ് ഇതൊക്കെ തിരിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന്. ഒരാൾ കഷ്ടപ്പെട്ടിട്ട് അവൻ്റെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ എല്ലാവരെയും നോക്കി കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഇങ്ങേരുടെ ഒരു കൊണയ്ക്കണ വർത്തമാനം, അങ്ങനെ തന്നെ പറയാം. കഴിക്കാൻ അവിടെ ഫുഡില്ല, എന്നിട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇവരുടെയൊക്കെ എന്ത് പറയാനാ. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും അങ്ങേര് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നല്ല തല്ല് മേടിക്കും അതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ മിക്കവാറും ഫസ്റ്റ് എലിമിനേഷൻ ഇങ്ങനെ അങ്ങ് പോകും. കാരണം അകത്തുള്ളവരെയും പുറത്തുള്ളവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. ഇവർക്ക് ആരെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊക്കെ നേരെ പോയിട്ട് രേണുവിനെ അങ്ങ് ചൊറിഞ്ഞു. രേണു ഉറങ്ങിക്കഴിഞ്ഞാൽ പട്ടി കുരയ്ക്കും, ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രേണുവിനെ പോയി ചൊറിഞ്ഞു. അതൊരു ഫൈറ്റായി. അതിൻ്റെ ഇടയിൽ അനീഷ് പോയിട്ട് നീ 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 എന്ന് പറഞ്ഞ രേണുവിനെ എങ്ങനെ നീ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ രേണുസുതി പറഞ്ഞു, നീ എന്ന് വിളിക്കേണ്ട, എൻ്റെ പേര് രേണുസുതി എന്നാണ്, ഇപ്പോൾ രേണുസുതി എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ മൈക്കിൽ രേണു എന്ന് എഴുതിയിട്ടുണ്ട്, രേണു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കുറച്ച് ഇങ്ങനെ ചോദിക്കുന്നത് ആരായി ഈ സുതി എന്ന്. ദാണ്ടടേ രേണു ചാടി എഴുന്നേറ്റ് ഇടാ മരിച്ചവരെ പറയരുത് എന്നും പറഞ്ഞ് അങ്ങ് കയറിപ്പോണു. കൈയൊക്കെ വീശി ഞാൻ വിളിച്ച് ഈശ്വരാ കിട്ടി. ഇങ്ങേർക്ക് ഇപ്പോൾ ഒരു അടി പൊട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ സഹിച്ച് പിടിച്ച് രേണു തിരിച്ചു പോയി അവിടെ ഇരുന്നു. അങ്ങേരുടെ ചൊറിഞ്ഞ സ്വഭാവം തുടങ്ങിയില്ലേ. എനിക്കറിയത്തില്ല ആരാണെന്ന്, എനിക്കിവരുടെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല, ഇവർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങേരെ അങ്ങ് തുടങ്ങി. എനിക്ക് തോന്നുന്നതേ ഇങ്ങനെ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പം ഇന്ന് ആരെ പോയി ചൊറിയാം, ഇന്ന് ആരെ ചൊറിഞ്ഞാൽ പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ ഇന്ന് ആരെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കിടക്കുന്നത് തന്നെ എണീക്കുന്നത്. ഈ സ്വഭാവം ഇനിയും അങ്ങേരെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ അകത്ത് നിന്ന് ആരുടെയും കയ്യിൽ നിന്ന് നല്ല ഒരെണ്ണം കിട്ടും, ഉറപ്പ. അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ അങ്ങേരെ തന്നെ ഇങ്ങേരെ ഇട്ട് വാരും. ഏതേലൊന്ന് എന്തായാലും നടക്കും. ശരി എന്നാൽ.